ഹലോ നമസ്കാരം. കെ സ്മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ ജനറൽ പെർമിറ്റിൽ കോമ്പൗണ്ട് വാൾ എങ്ങനെ പെർമിറ്റ് എടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് സെൽഫ് സർട്ടിഫിക്കേഷനിൽ ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ സെൽഫ് സർട്ടിഫിക്കേഷൻ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് 300 m² താഴെയുള്ള ഒരു റെസിഡൻഷ്യൽ അല്ലെ ലോ റിസ്ക് ബിൽഡിങ്ങിനുള്ള ഒരു ഓപ്ഷനാണ് സെൽഫ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ അതിൻ്റെ അതായത് പെർമിറ്റ് വീടിൻ്റെ ഒരു പെർമിറ്റ് എടുക്കാൻ 300 m² താഴെയുള്ള വീടിൻ്റെ ഒരു പെർമിറ്റ് എടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് കോമ്പൗണ്ട് വാളും കൂടി ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് എന്നുള്ളതാണ്. അത് ഞാൻ അതിൽ വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. സെൽഫ് സർട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് മതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 300 m² താഴെയുള്ള ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൻ്റെ കൂടെ മാത്രമാണ് കോമ്പൗണ്ട് വാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ജനറൽ പെർമിറ്റിൻ്റെ കോമ്പൗണ്ട് വാൾ അതിൻ്റെ ഒരു പെർമിറ്റിൻ്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം സർവീസ് പോയിട്ട് ബിൽഡിംഗ് പെർമിഷൻസിൽ പോവാം. ബിൽഡിംഗ് പെർമിഷൻസിൽ പോയി കഴിഞ്ഞാൽ പെർമിറ്റ്സ് ആൻഡ് അപ്രൂവൽ ആദ്യത്തെ തന്നെ മൊബൈൽ ഐക്കൺ ബട്ടണാണ് ഈ സാധനം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ബിൽഡിംഗ് പെർമിറ്റ് സെൽഫ് സർട്ടിഫൈഡ്, രണ്ടാമത്തെ ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ. അപ്പോൾ ഞാൻ ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നിങ്ങൾക്കൊന്ന് ഓർമ്മപ്പെടുത്താം. ബിൽഡിംഗ് പെർമിറ്റ് അണ്ടർ സ്കീമും ന്യൂ പെർമിറ്റ് ഫോർ പ്ലോട്ട് സബ് ഡിവിഷൻ, അതായത് പ്ലോട്ട് സബ് ഡിവിഷൻ ചെയ്യുന്നതിനുള്ള അപേക്ഷ ഇതിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരെ ബിൽഡിംഗ് പെർമിറ്റ് ജനറലിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് ജനറൽ പെർമിറ്റ് ഓവർവ്യൂ ഇത് കംപ്ലീറ്റ് നിങ്ങൾ വായിക്കണം കേട്ടോ. എന്തൊക്കെയാണെന്നുള്ളത് എന്നാലും ഒരു ഐഡിയ കിട്ടുള്ളൂ. അതുപോലെ ഹൗ ടു എന്നുള്ളതും കംപ്ലീറ്റ് വായിക്കാം. റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ഇതിൽ എന്തൊക്കെയാണ് വേണ്ടത്? നമുക്ക് ഒരു EDCR DXF ഫോർമാറ്റ് ഡ്രോയിങ് വേണം. അതുപോലെ പൊസഷൻ സർട്ടിഫിക്കറ്റ് വേണം, ലാൻഡ് ടാക്സ് വേണം, ലാൻഡ് ഡീഡ് വേണം, അതർ NOC ഉണ്ടെങ്കിൽ അത് വേണം, ലൈസൻസ് റിക്വയർമെൻറ്റ് വേണം. അപ്പോൾ നേരെ പ്രൊസീജിയറിലേക്ക് പോകാം. പ്രൊസീജിയറിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ബിൽഡിംഗ് പെർമിറ്റ് ജനറൽ ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ നെയിം ഓഫ് ദി പ്രൊജക്റ്റ് കൊടുക്കാം. കാറ്റഗറി ഓഫ് ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റഡ് വേണോ ഇൻ്ററാക്റ്റീവ് വേണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ EDCR അതായത് നമ്മൾ ഡ്രോയിങ് EDCR അതായത് സ്ക്രൂട്ടിനി പാസ് ചെയ്ത ഒരു ഡ്രോയിങ് ആണെങ്കിൽ അത് അറ്റാച്ച് ചെയ്ത് ഓട്ടോമാറ്റഡ് കൊടുത്തിട്ട് അത് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഇൻട്രാക്റ്റീവ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PDF ആക്കിയിട്ട് അറ്റാച്ച് ചെയ്യാവുന്ന അങ്ങനെ ഒരു ഓപ്ഷനാണത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കുക. ഓട്ടോമാറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂട്ടിനി പാസ് ചെയ്ത ഒരു ഡ്രോയിങ് ഇതിൽ കൊണ്ടിടാം. ഇൻട്രാക്റ്റീവ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PDF വരച്ചതിൻ്റെ സെപ്പറേറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ അത് ഏതാ വേണ്ടത് വെച്ചാൽ ഓക്കെ അടിച്ച് പ്രൊസീഡ് അടിക്കാം. എന്നിട്ട് ലോക്കൽ ബോഡിയിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ടിക്ക് വിടണം കേട്ടോ. ടിക്ക് വിടണം. അതുപോലെ ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി. അപ്പോൾ ഇത് പാലക്കാട് ആണെന്നുണ്ടെങ്കിൽ ഇത് മുനിസിപ്പാലിറ്റി, ലോക്കൽ ബോഡി ഷൊർണൂർ. അതുപോലെ ഇത് ഇവിടെ മുനിസിപ്പാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലം വരാം, പട്ടാമ്പി വരാം. അങ്ങനെ നിങ്ങൾ ഏതാണോ സ്ഥലത്ത് അങ്ങനെ വരും. അത് പ്രൊസീഡ് അടിച്ചിട്ട് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ അത് ടിക്ക് വിടണം. അടുത്തത് എന്താണ്? മൂന്നാമത്തെ ദിവസം ക്യാപ്ചർ ലൊക്കേഷൻ. അത് നിർബന്ധം ഇല്ല, പക്ഷെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഭാവിയിൽ. അപ്പോൾ അത് അതിൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്ത് പ്രൊസീഡ് അടിക്കും. അടുത്ത പ്ലോട്ട് ഡീറ്റെയിൽസ്. പ്ലോട്ട് ഡീറ്റെയിൽസിൽ വന്നു കഴിഞ്ഞാൽ ലോക്കൽ ബോഡി എവിടെയെന്ന് കൊടുക്കുക, താലൂക്ക്, വില്ലേജ് നെയിം ഓഫ് വാർഡ്, അംശം, ദേശം, ഡീഡ് നമ്പർ, രജിസ്ട്രേഷൻ ഡേറ്റ്, രജിസ്ട്രേഷൻ ഓഫീസ്, പൊസഷൻ സർട്ടിഫിക്കറ്റ് നമ്പർ, പൊസഷൻ സർട്ടിഫിക്കറ്റ്, തൻ്റെ പേര്, ടോട്ടൽ ഏരിയ ആൻഡ് സ്ക്വയർ മീറ്റർ എന്ന പ്ലോട്ട് ഏരിയ, ടൈപ്പ് ഓഫ് ഓണർഷിപ്പ് എന്താണോ അത് പ്രൈവറ്റ് പബ്ലിക് ഏതാണെങ്കിൽ അത് കൊടുക്കാം. നമ്പർ ഓഫ് ഓണേഴ്സ് എത്ര ഓണേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് സേവ് അടിച്ചിട്ട് പ്രൊസീഡ് അടിച്ച് കഴിഞ്ഞാൽ റൂൾ വെരിഫിക്കേഷൻ പോകും. അപ്പോൾ റൂൾ വെരിഫിക്കേഷനാണ് നമ്മളെ മെയിൻ ഒരു സംഭവം. അതിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് നമുക്കതിൽ വീടോ കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ 0 ആയിരിക്കും. വീടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് ഇങ്ങനെ ഇതിൽ ചിലപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്ക്രൂട്ടിനി പാസ് ചെയ്ത ഡ്രോയിങ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഏതാണോ ബൗണ്ടറി അത് അതിൻ്റെ കൊടുക്കുക. അതുപോലെ ടൈപ്പ് ഓഫ് അബട്ടിംഗ് റോഡ് എത്രയാണോ, മോർ ദാൻ 6 മീറ്റർ, വിഡ്ത്ത് ലെസ് ദാൻ 6 മീറ്റർ, അൺനോട്ടിഫൈഡ്, ഇത് നോട്ടിഫൈഡ് ഓർ അൺനോട്ടിഫൈഡ് ആണ് മേലെ കിടക്കുന്നത്. കള്ളിസാക്ക് റോഡ് ഉണ്ട്, ലെയിൻ ഉണ്ട്, അതുപോലെ നോട്ട് അപ്ലിക്കബിൾ ഉണ്ട്. അതുപോലെ എസ്റ്റിമേറ്റ് കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, അതായത് മതിലിന് എടുക്കുന്ന ഒരു കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ അതിവിടെ കൊടുക്കാം. റോഡ് വൈഡനിങ് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം.
മാസ്റ്റർ പ്ലാൻസ് ഓൺ ആണെങ്കിൽ അത് ടിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ടിക്ക് ഒഴിവാക്കുക, സേവ് ചെയ്യുക. അടുത്തതിലേക്ക് വരുമ്പോൾ അറ്റാച്ച് ഡ്രോയിങ്, അതായത് നമ്മൾ PDF ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ സൈറ്റ് പ്ലാൻ, സർവീസ് പ്ലാൻ, ബിൽഡിംഗ് പ്ലാൻ, പാർക്കിംഗ് പ്ലാൻ, യൂട്ടിലിറ്റി പ്ലാൻ ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. മറ്റേതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കയറിക്കോളും. പിന്നെ വേണ്ടത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ബേസിക് ഡീറ്റെയിൽസ്, അതായത് കാറ്റഗറി ഓഫ് കൺസ്ട്രക്ഷൻ. ഇതിലാണ് നമ്മൾ എന്ത് കൊടുക്കണം, ന്യൂ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ കൊടുക്കാം, അഡീഷൻ, ആൾട്രേഷൻ, എക്സ്റ്റൻഷൻ അത് കൊടുക്കാം, കോമ്പൗണ്ട് വാൾ ഉണ്ട്, ഡിങ്ങിങ് ഓഫ് വെൽ ഉണ്ട്, ചേഞ്ച് ഇൻ ഒക്യുപ്പൻസി എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ഇൻ നോട്ട് ഫോർ പെർമിറ്റ്. അപ്പം നമ്മളിവിടെ മെയിൻ ആയിട്ട് എന്താ വേണ്ടത്, കോമ്പൗണ്ട് വാൾ, അത് ടിക്ക് ചെയ്തിട്ട് ബ്ലോക്ക് നമ്പർ 1 കൊടുക്കാം. ലെങ്ത് ഓഫ് കോമ്പൗണ്ട് വാൾ, അതായത് 4 പുറമുള്ള അളവല്ല, റോഡിന്റെ ഫ്രണ്ടിലുള്ള മതിലിന്റെ നീളം മാത്രം ഇവിടെ കൊടുക്കുക, അത് എത്ര മീറ്റർ ആണെങ്കിൽ അത് അത്ര കൊടുക്കാം. ടൈപ്പ് ഓഫ് അബട്ടിങ് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുക, പ്രൊസീഡ് അടിക്കാം, NOC പോവും. NOC പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു നോ ഡാറ്റ അവൈലബിൾ, അത് കുഴപ്പമില്ല, പ്രൊസീഡ് അടിക്കുക. ഇതിലൊക്കെ ടിക്ക് വിടണം കേട്ടോ, 1 2 3 4 5 6 7 അതിലൊക്കെ ടിക്ക് വിടണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ സമ്മറി ഇവിടെ വരും. ഇവിടെ സമ്മറി ഈസ് എംപ്റ്റി റൈറ്റ് നൗ, ഇവിടെ ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. ഇതെല്ലാം ടിക്ക് വീണ് കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഒരു സമ്മർ റിപ്പോർട്ട് വരും. അത് കഴിഞ്ഞാൽ ഡിക്ലറേഷൻ പോവാം. ഇവിടെ ഒരു ചെറിയ ബോക്സ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇതിലേക്ക് പോകും. അടുത്ത എന്താണ് പോകുന്നത്, വാലിഡിറ്റി ആപ്ലിക്കേഷൻ. ആദ്യം നമ്മളെ ലൈസൻസി OTP വരും, അത് വെരിഫൈ ചെയ്തിട്ട് നേരെ ഫോർവേഡ് ചോദിക്കും, അതായത് ഓണർക്ക് ഫോർവേഡ് ചെയ്യാം. എന്നിട്ട് ഓണറെ ലോഗിനിൽ പോയിട്ട് അവിടുന്ന് എല്ലാം ഒന്നുകൂടി പ്രൊസീഡ് അടിച്ചിട്ട് എല്ലാത്തിലും ടിക്ക് വീണതിന് ശേഷം പ്രൊസീഡ് അടിച്ച് കഴിഞ്ഞാൽ നേരെ ലൈസൻസിയുടെ ലോഗിനിൽ വരും. ലൈസൻസി വീണ്ടും അത് ഓപ്പൺ ചെയ്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും ഇവിടെ, ഇങ്ങനെ റൈറ്റ് സൈഡ് മുകളിലേക്ക് സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് നേരെ മുനിസിപ്പാലിറ്റിക്ക് പോകും. ഓക്കെ, പിന്നെ നിങ്ങൾ മുനിസിപ്പാലിറ്റി പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനായിരിക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും ഇതൊക്കെ കണ്ടൊന്ന് പഠിക്കട്ടെ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ബൈ. ഓക്കെ, താങ്ക് യു.